ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ക്രിസ്തുരാജൻ്റെ രാജ്യത്വ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ക്രിസ്തുരാജൻ്റെ രാജ്യത്വ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈശോ രാജാവാണ്. അവന് രാജ്യത്വം കൊടുത്തത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവം തൻ്റെ പരമാധികാരത്തെ തൻ്റെ പുത്രന് കൈമാറിയിരിക്കുന്നു. പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് ഇപ്രകാരം പറയുന്നുണ്ട്: സർവവും അവന് വിധേയപ്പെടേണ്ടിയിരിക്കുന്നു. സകലവും അവന് വിധേയപ്പെട്ട് കഴിയുമ്പോൾ സകലത്തെയും തനിക്ക് വിധേയപ്പെടുത്തിയ പിതാവിന് മുമ്പിൽ പുത്രനും വിധേയപ്പെട്ടിരിക്കുമെന്ന്. അതായത് പിതാവായ ദൈവം ഈ ലോകം മുഴുവൻ്റെയും സൃഷ്ടാവ് എന്ന നിലയിൽ രാജാവായി വാഴുമ്പോൾ, സൃഷ്ടിച്ച പുത്രനായ അല്ലെങ്കിൽ വചനമായ ഈശോ അതിൻ്റെ രാജാവായി വാഴുന്നു. ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്, ഉണ്ടാകട്ടെ എന്നുള്ള വചനം എല്ലാത്തെയും സൃഷ്ടിച്ചു. ഉണ്ടാക്കിയവൻ പിതാവാണ്. ഉണ്ടാക്കാനുള്ള കൽപ്പന പുറപ്പെടുവിച്ച ആ വചനമാകുന്ന ഈശോ സൃഷ്ടിച്ചവൻ, അവനും രാജാവാണ്. ഇന്ന് ഈശോയുടെ രാജ്യത്തെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവമാണ് അല്ലെങ്കിൽ ഈശോയാണ് നമ്മുടെ ഏക രാജാവ്. ഈ ലോകത്തിൻ്റെ അധിപതിമാർക്ക് നമ്മൾ വിധേയപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നികുതി കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ശീശ്വരനുള്ളത് ശീശ്വരന് കൊടുക്കുക, പിതാവിനുള്ളത് അല്ലെങ്കിൽ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. ഇന്നത്തെ സുവിശേഷം നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വചനങ്ങളിൽ പിലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന പിലാത്തോസ് ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നീ രാജാവാണോ? യഹൂദന്മാരുടെ രാജാവ് നീ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, എൻ്റെ രാജ്യം എന്ന് പറയുന്നത് ഈ ലോകരാജ്യം പോലെ അല്ല. എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകം പോലെ അല്ല. നിന്റെ രാജ്യത്വമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. നീ ഈ ലോകത്തിൻ്റെ ഈ ഒരു സ്ഥാനത്തിൻ്റെ കുറച്ച് സ്ഥലത്തിൻ്റെ രാജാവായിരിക്കാം, പക്ഷേ നിന്നെ സൃഷ്ടിച്ചവനെന്ന നിലയിൽ നിന്റെ മേൽ ഭരണം നടത്തുന്നത് ഞാനാണ് എന്നാണ് ഈശോ അവിടെ പിലാത്തോസിനോട് പറഞ്ഞു വയ്ക്കുന്നത്. നീയാണ് ഞാൻ രാജാവെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ, നീ ഈ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് നീ ഒരു പക്ഷേ എന്നെ വിധിക്കുന്നുണ്ടാവാം, പക്ഷേ അതിനപ്പുറമുള്ള ഒരു അർത്ഥമുണ്ട്. ലോകത്തിൻ്റെ സൃഷ്ടാവ് എന്ന നിലയിൽ, നിനക്ക് ഈ സ്ഥാനം തന്നവനെന്ന നിലയിൽ ഞാൻ രാജാവാണ്. പ്രിയപ്പെട്ടവരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഈശോ മിശിഹാ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്, അവന് മാറ്റമില്ല എന്ന് പറയുമ്പോൾ അവൻ എന്നും രാജാവാണ്. സൃഷ്ടിക്കപ്പെട്ട നിമിഷം മുതൽ ഇനി സംസ്കാരത്തിൻ്റെ സമയം വരെ എപ്പോഴും അവൻ രാജാവായി വാഴുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഇപ്രകാരം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ ഉണ്ടാകണം, ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമാകണം, ദൈവരാജ്യത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് അവിടെ ഈശോ ഉന്നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയാണ് നമ്മുടെ രാജാവ്. പല വീടുകളിലും ഫ്രണ്ടിൽ എഴുതി വെച്ചേക്കുന്ന വചനം കാണാം, ഈശോയാണ് ഈ വീടിൻ്റെ നാഥനെന്ന്. അവിടെ വെറുതെ ഒരു വാചകമായിട്ട് വീടിൻ്റെ മുമ്പിൽ നിൽക്കാൻ മാത്രമുള്ളതല്ല വചനം, മറിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുസ്മരിക്കേണ്ടതും നമ്മൾ പാലിക്കേണ്ടതുമായിട്ടുള്ള വചനമാണത്. എൻ്റെ രാജാവ് അവനാണ്. ആ രാജാവിൻ്റെ മകൻ എന്ന നിലയിൽ, ആ രാജാവിൻ്റെ മകൾ എന്ന നിലയിൽ, ആ രാജാവിൻ്റെ പ്രജ എന്ന നിലയിൽ, ആ രാജാവിന് വിധേയപ്പെട്ട് ആ രാജാവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. പലപ്പോഴും നമുക്ക് കിട്ടിയ സുഖങ്ങളനുസരിച്ച്, സൗകര്യങ്ങളനുസരിച്ച്, ധനമനുസരിച്ച് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് നമ്മളെല്ലാവരും പലപ്പോഴും ഇത് ഞാൻ നേടിയത് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന പലപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കണം ഞാൻ വിചാരിക്കുന്നു ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവിനെ ദൈവം നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി വയ്ക്കുന്നത്. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനിക്കാനായിട്ട് ദാനിയേലിനോട് ചോദിക്കുമ്പോൾ ദാനിയേൽ പറഞ്ഞു വയ്ക്കുന്ന വചനം 4-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്: ഉന്നതരായ ദൈവമാണ് ഈ ലോകത്തെ ഭരിക്കുന്നതെന്ന് നീ അറിയുന്നത് വരെ നീ മാടിനെ പോലെ പുല്ലുമേഞ്ഞ് നടക്കുമെന്ന്. പ്രിയപ്പെട്ട 35-ാം വചനത്തിൽ അത് സംഭവിച്ചു കഴിയുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് സ്വർഗത്തിലേക്ക് തലയുയർത്തിയിട്ട് ദൈവമാണ് യഥാർത്ഥ രാജാവ് എന്ന് അംഗീകരിക്കുന്ന നിമിഷം അവൻ വീണ്ടും തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് ഓരോരുത്തർക്കും സ്ഥാനമാനങ്ങൾ നൽകിയിരിക്കുന്നത്. നിന്നെ ഒരു അപ്പനായി, നിന്നെ ഒരു അമ്മയായി, നിന്നെ ഒരു പിതാവായി, നിന്നെ ഒരു മാതാവായി, നിന്നെ ഒരു ഭർത്താവായി, നിന്നെ ഒരു ഭാര്യയായി, നിന്നെ ഒരു സ്ഥാനത്തിൻ്റെ അധികാരിയായിട്ട്, ഒരു സ്ഥലത്തിൻ്റെ മേൽനോട്ടക്കാരനായിട്ട് ഇപ്രകാരം എല്ലാം തന്നിരിക്കുന്നത് ദൈവമാണ്.
പീലാത്തോസ് ഈശോയോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ വിധിക്കാനും നിന്നെ വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്ന മറുപടി, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലെങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. സ്വർഗമാണ് നിനക്ക് തരുന്നത്, ഞാനാണ് നിനക്ക് തരുന്നത്, ദൈവമാണ് നിനക്ക് തരുന്നത്. ദൈവം തന്നതല്ലാതെ നിനക്ക് ഒന്നുമില്ല. നീ പ്രധാനമന്ത്രിയായിരിക്കാം, നീ മുഖ്യമന്ത്രിയായിരിക്കാം, അല്ലെങ്കിൽ നീ ഒരു മന്ത്രിയായിരിക്കാം, നീ ഈ രാജ്യത്തിൻ്റെ തന്നെ വലിയ അധിപനായിരിക്കാം, വലിയ സമ്പത്തുള്ളവനായിരിക്കാം, വലിയ അധികാരം ഉണ്ടായവനായിരിക്കാം. പക്ഷേ ആര് തന്നെയായാലും നിനക്കിത് തന്നത് ദൈവമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് സാവൂളിനെ നമുക്ക് കാണാൻ സാധിക്കും. സാവൂളിനെ രാജാവാക്കിയത് ദൈവമാണ്. സൗളിനെ രാജാവാക്കുന്നതിന് മുമ്പ് സാമുവേലിന് മുമ്പിലായിരിക്കുമ്പോൾ സൗൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇസ്രായേലിൽ തന്നെ ഏറ്റവും ചെറിയ ബെഞ്ചമിൻ സമൂഹത്തിലുള്ളവനാണ് ഞാൻ. അതിൽ തന്നെ എൻ്റെ അപ്പൻ്റെ വീടെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അങ്ങനെയുള്ള എന്നെ എങ്ങനെയാണ് രാജാവാക്കുന്നതെന്ന് സാവൂളിന് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു രാജാവാകാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആ സാവൂളിനെയാണ് ദൈവം രാജാവാക്കുന്നത്. രാജാവായി കഴിയുമ്പോൾ അവൻ്റെ പേര്, പ്രശസ്തി എന്നൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത്. സൗളിൻ്റെ ആദ്യത്തെ പാപം എന്ന് പറയുന്നത്, സാമുവേൽ അർപ്പിക്കേണ്ട ബലി സൗൾ അങ്ങ് അർപ്പിച്ചു. അതിന് സൗൾ പറഞ്ഞ ന്യായം ഇതാണ്, അത് അവരെല്ലാം പിരിഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ ഞാനത് ചെയ്തു. അപ്പോൾ സാമുവേൽ അവനോട് ചോദിക്കുന്നത്, നിന്റെ നോട്ടത്തിൽ തന്നെ നീ ഒരു ചെറിയവനായിരുന്നപ്പോഴല്ലേ ദൈവം നിന്നെ ഉയർത്തിയത്? നീ ഇപ്പോൾ വലിയവനായിട്ട് നിന്നെ തന്നെ ഭാവിച്ചത് എങ്ങനെ? പല സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ പലപ്പോഴും പലരും തൻ്റെ സ്ഥാനം മറന്ന്, തൻ്റെ സ്ഥലം മറന്ന്, തൻ്റെ അവസ്ഥ മറന്ന് വലിയവനായിട്ട് ഭാവിക്കുമ്പോൾ അവർ തഴയപ്പെടുകയാണ്, പുറന്തള്ളപ്പെടുകയാണ്. സൗളിൽ നിന്ന് രാജ്യം കൈമാറപ്പെട്ടു, ദാവീദിന് പരമേൽപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്ക് തന്നിരിക്കുന്ന ദൈവമാണ്. എനിക്ക് തന്ന സ്ഥാനത്തെ അല്പസമയം കൊണ്ട് എടുത്തു മാറ്റാൻ ദൈവത്തിന് സാധിക്കും. കുറച്ച് സമയം കൊണ്ട് ഇല്ലാത്ത ഒരുത്തന് ഈ സ്ഥാനം എടുത്തു കൊടുക്കാൻ ദൈവത്തിന് സാധിക്കും. എസ്തറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു മനുഷ്യനുണ്ട്, ആമാൻ എന്ന് പറയുന്ന മനുഷ്യൻ. ആമാൻ രാജ്യത്ത് വലിയ സ്ഥാനത്തിലായിരുന്നു. അവൻ വിചാരിച്ചു, ഈ രാജ്യത്തിൽ രാജാവിൻ്റെ അടുത്ത സ്ഥാനം എനിക്കാണല്ലോ, ഞാൻ മറ്റുള്ളവരെല്ലാവരും എന്നെ പ്രശംസിക്കേണ്ടവരാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാം ഞാൻ ഉയർന്നവനായിരിക്കണമെന്ന്. അവൻ തനിക്ക് ഇഷ്ടമില്ലാത്ത മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യന് തൂക്കുദണ്ഡന കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ വലിയ തൂക്കുമരം, കടുമരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും അവനുണ്ടാക്കിയ ആ കടുമരത്തിൽ അവനെ തന്നെ തൂക്കിലിടേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ആരും ദൈവത്തിന് മുമ്പിൽ ഉയർന്നവരല്ല, ആരും ദൈവത്തിന് മുമ്പിൽ താഴ്ന്നവരുമല്ല. ഒരുപക്ഷെ ഈ ലോകത്തിലായിരിക്കുന്ന സാഹചര്യം നമ്മൾ ഇങ്ങനെയായിരിക്കാം, ഞാൻ താഴ്ന്നവനായിരിക്കാം, നീ ഉയർന്നവനായിരിക്കാം, എനിക്ക് സമ്പത്തില്ലാതിരിക്കാം, നിനക്ക് സമ്പത്ത് ഒത്തിരി ഉണ്ടായിരിക്കാം. എന്ത് തന്നെ ആയാലും ഇതെല്ലാം തന്നത്, ഇതെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവത്തിന് അതിനെല്ലാം ഒരു പദ്ധതിയുണ്ട്. ഞാൻ സമ്പത്തില്ലാത്തവനായി ജനിച്ചത്, അല്ലെങ്കിൽ ഞാൻ വൈകല്യങ്ങളോട് ജനിച്ചത്, അല്ലെങ്കിൽ എനിക്ക് കുറവുകൾ ഉണ്ടായത്, അല്ലെങ്കിൽ എനിക്ക് പണമില്ലാത്തത്, അല്ലെങ്കിൽ എനിക്ക് പുകളില്ലാത്തത്, എനിക്ക് അധികാരമില്ലാത്തത്, എല്ലാത്തിനും ഒരു കാരണം ഉണ്ടായിരിക്കാം. അതിന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എല്ലാത്തെയും സൃഷ്ടിച്ച, എല്ലാത്തെയും പരിപാലിക്കുന്ന, എല്ലാത്തിനെയും രാജാവായി വാഴുന്ന, എല്ലാവർക്കും നീതി കൽപ്പിക്കുന്ന അവന് അറിയാം എല്ലാം. അതുകൊണ്ട് അവന് ആ മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വിളിയോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോയുടെ രാജ്യത്തെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ രാജാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ രാജാവിൻ്റെ പ്രജയെന്ന നിലയിൽ സന്തോഷത്തോടെ ആയിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു സന്തോഷമായിട്ടുള്ള ജീവിതമാണോ? അത് സന്തോഷമല്ലാതിരിക്കുന്നെങ്കിൽ എൻ്റെ രാജാവിന് ഞാൻ മഹത്വം കൊടുക്കുന്നില്ല, എൻ്റെ രാജാവിന് അവൻ്റെ സ്ഥാനം കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് ആ വിഷമങ്ങളും ആകുലതകളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തെ വിചിന്തനം ചെയ്തുകൊണ്ട് യഥാർത്ഥ രാജാവായ ദൈവത്തിൻ്റെ മുമ്പിൽ, ഈശോയ്ക്ക് മുമ്പിൽ വിധേയപ്പെട്ട് അവൻ്റെ പ്രജയായി, അവൻ്റെ ജനമായി, അവൻ്റെ മകനായി, അവൻ്റെ മകളായി നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.